എല്ലാവർക്കും നമസ്കാരം. ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫയേഴ്സ് നമ്മൾ ഓരോ പാർട്ടായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഏകദേശം 4 പാർട്ടോളം കഴിഞ്ഞു. അപ്പോൾ 10 ടോപ്പിക്കായിരുന്നു നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് തുടങ്ങിയത്. അപ്പോൾ ആദ്യത്തെ ടോപ്പിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ്, അത് നമ്മൾ കഴിഞ്ഞു. 2 ബുക്കർ പുരസ്കാരം, അതും നമ്മൾ കഴിഞ്ഞു. പിന്നെ ബുക്കർ പുരസ്കാരവും ഇന്റർനാഷണൽ ബുക്കർ പുരസ്കാരവും ഒരുമിച്ചായിരുന്നു നമ്മൾ പൂർത്തിയാക്കിയത്. പിന്നെ നോബൽ പുരസ്കാരം പൂർത്തിയാക്കി. കഴിഞ്ഞ ക്ലാസ്സോടുകൂടി പത്മ പുരസ്കാരമാണ് നമ്മൾ പൂർത്തിയാക്കി വച്ചിരിക്കുന്നത്. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് ഈ സാഹിത്യ പുരസ്കാരങ്ങളാണ്. അപ്പം ഈ ഒരു ക്ലാസ് കൊണ്ട് നമ്മൾ പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്നത് എഴുത്തച്ഛൻ പുരസ്കാരം, വള്ളത്തോൾ പുരസ്കാരം, വയലാർ അവാർഡ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പൂർത്തിയാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ഒരു ക്ലാസ് കൊണ്ട് നമ്മൾ ഈ ഒരു ആദ്യത്തെ 10 ടോപ്പിക്ക് പൂർത്തിയാക്കും കേട്ടോ. അപ്പൊ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നോക്കുന്നത് എഴുത്തച്ഛൻ പുരസ്കാരം, വള്ളത്തോൾ പുരസ്കാരം, വയലാർ അവാർഡ് എന്നീ കാര്യങ്ങളാണ്. അതിൽ എഴുത്തച്ഛൻ പുരസ്കാരമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മൾ എന്തായാലും കാര്യത്തിലേക്ക് വരാം. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. ഈ ചാനൽ വളരുന്നതിനും ഇതുപോലുള്ള ക്ലാസ്സുകൾ ചെയ്യുന്നതിന് പ്രചോദനം നിങ്ങളാണ് നൽകേണ്ടത്. നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് പോകാം. ആദ്യം നമുക്ക് എഴുത്തച്ഛൻ പുരസ്കാരത്തെ കുറിച്ച് ചർച്ച ചെയ്യാം. എഴുത്തച്ഛൻ പുരസ്കാരം നമ്മൾ ആദ്യം പഠിക്കുന്നത് എഴുത്തച്ഛൻ പുരസ്കാരമാണ്. എഴുത്തച്ഛൻ പുരസ്കാരം മലയാള ഭാഷയുടെ പിതാവാണ് എഴുത്തച്ഛൻ. സംസ്ഥാന സർക്കാർ സാഹിത്യ മേഖലയ്ക്ക് നൽകുന്ന ഏറ്റവും വലിയ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. സംസ്ഥാന സർക്കാർ സാഹിത്യ മേഖലയ്ക്ക് നൽകുന്ന ഏറ്റവും വലിയ പുരസ്കാരം എന്ന് പറയുമ്പോൾ പുരസ്കാര തുക 5 ലക്ഷം രൂപയാണ്. എഴുത്തച്ഛൻ പുരസ്കാര തുക എന്ന് പറയുന്നത് 5 ലക്ഷം രൂപയാണ്. അപ്പോൾ 1993 എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യമായി നൽകി തുടങ്ങിയത്. അന്ന് ഇത് ലഭിക്കുന്നത് ശൂരനാട് കുഞ്ഞൻപിള്ളയ്ക്കാണ്. 1993 ആദ്യത്തെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്നത് ശൂരനാട് കുഞ്ഞൻപിള്ളയാണ്. 1994 രണ്ടാമത്തെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്നത് തകഴി ശിവശങ്കരപ്പിള്ളയ്ക്കാണ്. അപ്പൊ ഇത് രണ്ടും പിള്ള എന്നവിടെ ഓർത്തു വെക്കൂ. പിള്ള ആരാ? ശൂരനാട് കുഞ്ഞൻപിള്ള, തകഴി ശിവശങ്കരപ്പിള്ള. എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യത്തെ 2 കഴിഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു സംസ്ഥാന സർക്കാർ സാഹിത്യ മേഖലയ്ക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം എന്ന് പറയുന്നത്. ഈ പുരസ്കാരം നേടിയ ആദ്യത്തെ വനിത ആരായിരുന്നെന്നറിയാവോ? ഈ പുരസ്കാരം നേടിയ ആദ്യത്തെ വനിത ബാലാമണിയമ്മയാണ്. ബാലാമണിയമ്മയുണ്ട്, കമലാ സുരയ്യയുണ്ട്, എം ലീലാവതിയുണ്ട്, സുഗതകുമാരിയുണ്ട്, പി വത്സലയുണ്ട്. നിങ്ങൾ എണ്ണിയായിരുന്നോ? 5 വനിതകൾക്കാണ് എഴുത്തച്ഛൻ പുരസ്കാരം ഇതുവരെ ലഭിച്ചിരിക്കുന്നത്. അപ്പൊ എഴുത്തച്ഛൻ പുരസ്കാരം ഇതുവരെ എത്ര വനിതകൾക്ക് ലഭിച്ചിട്ടുണ്ട്? 5 വനിതകൾക്ക് ലഭിച്ചിട്ടുണ്ട്. ആരൊക്കെ? ബാലാമണിയമ്മ, കമലാ സുരയ്യ, ഡോക്ടർ എം ലീലാവതി, സുഗതകുമാരി, പി വത്സല. ബാല, കമല, ലീല, സുഗതകുമാരി, പി വത്സല. ശരി. അതിൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച ആദ്യത്തെ വനിത ആരാണെന്ന് ചോദിച്ചാൽ ബാലാമണിയമ്മ. 1995 ബാലാമണിയമ്മയ്ക്ക് ലഭിക്കുന്നത്. കമലാ സുരയ്യയ്ക്ക് ലഭിക്കുന്നത് 2002 സുഗതകുമാരിക്ക് ലഭിക്കുന്നത് 2009 എം ലീലാവതിക്ക് ലഭിക്കുന്നത് 2010 പി വത്സലയ്ക്ക് ലഭിക്കുന്നത് 2021 അപ്പൊ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച വനിതകൾ ഈ 5 പേരാണ്. എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച വനിതകളുടെ എണ്ണം 5. അതിലൊന്ന് ബാലാമണിയമ്മ 1995, 2 കമലാ സുരയ്യ വർഷം 2002, സുഗതകുമാരി 2009, എം ലീലാവതി 2010, പി വത്സല 2021. അപ്പോൾ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച 5 വനിതകളെയും നിങ്ങൾക്ക് കിട്ടി എന്ന് വിചാരിക്കുന്നു. ഇവരെ ഒന്ന് ഓർത്തു വെച്ചോളൂ, പരീക്ഷയ്ക്ക് ചിലപ്പോൾ ആവശ്യം വരും. ഇനി അടുത്തത് എഴുത്തച്ഛൻ പുരസ്കാരം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയത് ആർക്കാണ്? 2021 പി വത്സലയ്ക്ക് ശേഷം 2022 വരുമ്പോൾ സേതുവിനാണ് ലഭിക്കുന്നത്. 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്നത് സേതു. 2 വാക്കല്ലേ? സേതു. 2022. 2023 കിട്ടുന്നത് SK വസന്തനാണ് കിട്ടുന്നത് കേട്ടോ. 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്നത് SK വസന്തൻ. 2024 എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടുന്നത് NS
മാധവൻ. NS മാധവനാണ് ലഭിക്കുന്നത്. 2025 ഏറ്റവും ലേറ്റസ്റ്റ് 2025 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്നത് KG ശങ്കരപിള്ള. KG ശങ്കരപിള്ള. അപ്പൊ 2025 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്നത് ആർക്കാണ്? KG ശങ്കരപിള്ളയാണ്. ഇത് 33ാമത്തെ എഴുത്തച്ഛൻ പുരസ്കാരമാണ് KG ശങ്കരപിള്ളയ്ക്ക് ലഭിക്കുന്നത്. 33ാമത്തെ എഴുത്തച്ഛൻ പുരസ്കാരമാണ് ആർക്ക് ലഭിക്കുന്നത്? KG ശങ്കരപിള്ളയ്ക്ക് ലഭിക്കുന്നത്. അപ്പൊ 2021 എഴുത്തച്ഛൻ പുരസ്കാരം അവസാനമായി ഒരു വനിതയ്ക്ക് കിട്ടുന്നത് P വത്സല, 2022 സേതു, 2023 SK വസന്തൻ, 2024 NS മാധവൻ, 2025 നമ്മൾ പഠിച്ചു KG ശങ്കരപിള്ള. വളരെ വളരെ പ്രധാനപ്പെട്ടത് 2025 പ്രത്യേകം ഓർത്തു വെച്ചോളൂ. കാരണം മിക്കവാറും വർഷങ്ങളിൽ PSC പരീക്ഷകളിൽ എഴുത്തച്ഛൻ പുരസ്കാരം കാണാറുണ്ട്. ഏതെങ്കിലുമൊക്കെ പരീക്ഷകളിൽ വരുന്ന പരീക്ഷകളിൽ എവിടെങ്കിലും ഇവിടുന്നും ചോദ്യങ്ങൾ വരാനുള്ള സാധ്യത ഉണ്ട്. ഇനി അടുത്തത് ബംഗാൾ എന്ന കൃതി ഓർത്തു വെച്ചോളൂ. ബംഗാൾ എന്ന കൃതി KG ശങ്കരപിള്ളയുടേതാണ്. അതുപോലെ ഞാൻ എൻ്റെ എതിർകക്ഷി എന്ന് പറയുന്നതും KG ശങ്കരപിള്ളയുടെ കൃതിയാണ്. മറ്റൊരു കൃതിയാണ് സൈനികന്റെ പ്രേമലേഖനം. അതും KG ശങ്കരപിള്ളയുടെ കൃതിയാണ്. മറ്റൊരു കൃതിയാണ് അമ്മമാർ എന്ന് പറയുന്നതും ആരുടെ തന്നെ കൃതിയാണ്? KG ശങ്കരപിള്ളയുടെ തന്നെ കൃതിയാണ്. മറ്റൊരു കൃതിയാണ് കൊച്ചിയിലെ വൃക്ഷങ്ങൾ. ഇതും KG ശങ്കരപിള്ളയുടെ കൃതിയാണ്. മരിച്ചവരുടെ വീട് ഇതും KG ശങ്കരപിള്ളയുടെ കൃതിയാണ്. മരിച്ചവരുടെ വീട്. അങ്ങനെ ഞാൻ ഭ്രാന്തനല്ലാതായി ഇതും KG ശങ്കരപിള്ളയുടെ കൃതിയാണ്. അപ്പം പ്രധാനപ്പെട്ട കുറച്ച് കൃതികളാണ്. 1, 2, 3, 4, 5, 6, 7 കൃതികൾ KG ശങ്കരപിള്ളയുടേതാണ്. അപ്പൊ KG ശങ്കരപിള്ളയുടെ കൃതികൾ ബംഗാൾ, ഞാൻ എൻ്റെ എതിർകക്ഷി, സൈനികന്റെ പ്രേമലേഖനം, അമ്മമാർ, കൊച്ചിയിലെ വൃക്ഷങ്ങൾ, മരിച്ചവരുടെ വീട്, അങ്ങനെ ഞാൻ ഭ്രാന്തനല്ലാതായി. ഇങ്ങനെ ഓർക്കാം. ഞാൻ എന്ന് പറയുമ്പോൾ ഒരു സൈനികനാണ് എന്നോർക്കുക. ഞാനൊരു സൈനികനാണ്. സൈനികന് അമ്മയുണ്ട്. ഓക്കെ, ഞാൻ സൈനികന് അമ്മയുണ്ട് കേട്ടോ. ഇനി ഇവിടെ വേറൊരെണ്ണം ഓർക്കാം. സഞ്ചാരി മരങ്ങൾ. അപ്പോൾ ഞാൻ ഒരു സൈനികനാണ്, അമ്മയുണ്ട്. ഇനി എന്ത് ചെയ്യുക? ഒരു സഞ്ചാരം നടത്തുകയാണ്. എങ്ങോട്ടേക്കാ സഞ്ചാരം? കൊച്ചി, ബംഗാൾ എന്നീ സ്ഥലങ്ങളിലേക്കാണ് സഞ്ചാരം, അല്ലേ? അപ്പം കൊച്ചിയിൽ നിന്ന് ബംഗാളിൽ എത്തിയപ്പം ബംഗാളിൽ ഭക്ഷ്യക്ഷാമം സംഭവിച്ചതൊക്കെ നമുക്കറിയാം. അവിടെ കുറെ പേര് മരിച്ചു. മരിച്ചവരുടെ വീട്. ഇതെല്ലാം കണ്ട് ഭ്രാന്ത് പിടിക്കുന്നത് പോലായി. അങ്ങനെ ഞാൻ ഭ്രാന്തനല്ലാതായി. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ഓർക്കാം. ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഞാൻ എൻ്റെ എതിർകക്ഷി, സൈനികന്റെ പ്രേമലേഖനം, അമ്മമാർ, സഞ്ചാരി മരങ്ങൾ, പിന്നെ കൊച്ചിയിലെ വൃക്ഷങ്ങൾ, ബംഗാൾ, പിന്നെ മരിച്ചവരുടെ വീട്, അങ്ങനെ ഞാൻ ഭ്രാന്തനല്ലാതായി. ഇങ്ങനെയുള്ള രീതിയിൽ നിങ്ങൾക്ക് ഈ കൃതികളെല്ലാം ഓർത്തിരിക്കാം. ഇതെല്ലാം ആരുടെ കൃതിയാണ്? KG ശങ്കരപിള്ളയുടെ കൃതിയാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ബാക്കി ഭാഗത്തേക്ക് നോക്കാം. അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് വള്ളത്തോൾ പുരസ്കാരത്തെ കുറിച്ചാണ്. 1991 വള്ളത്തോൾ പുരസ്കാരം നൽകി തുടങ്ങുന്നത്. ആദ്യത്തെ വള്ളത്തോൾ പുരസ്കാരം നേടുന്നത് പാല നാരായണൻ നായരാണ്. അപ്പം വള്ളമാണ് ഇവിടെ ഉള്ളത് പാലമാണ്. വള്ളത്തിന് പകരമാണല്ലോ പാലം വന്നത്. അപ്പൊ 1991 വള്ളത്തോൾ പുരസ്കാരം ആദ്യമായി കിട്ടുന്നത് പാല നാരായണൻ നായർ. 2019 അവസാനത്തെ വള്ളത്തോൾ പുരസ്കാരം കൊടുത്തിരിക്കുന്നത് പോൾ സക്കറിയയ്ക്കാണ് ലഭിച്ചിരിക്കുന്നത്. 2019 വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് പോൾ സക്കറിയയാണ്.
അപ്പൊ അത്രയും കാര്യങ്ങളെ വള്ളത്തോൾ പുരസ്കാരവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളൂ. ചോദ്യം വരാനുള്ള സാധ്യത കുറവാണ്. ശരി, അടുത്തത് ഇവിടുന്ന് ചോദ്യം വരാം. വയലാർ അവാർഡ്. വയലാർ അവാർഡ്. വയലാർ അവാർഡ് വളരെ 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 പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് വയലാർ അവാർഡ്. നേരത്തെ നമ്മൾ എഴുത്തച്ഛൻ പുരസ്കാരം പഠിച്ചപ്പോൾ ഇന്ന കൃതികൾക്കല്ല കൊടുത്തിരിക്കുന്നത്, സമഗ്ര സംഭാവന പരിഗണിച്ചാണ് എഴുത്തച്ഛൻ പുരസ്കാരമൊക്കെ നൽകിയത്. പക്ഷേ വയലാർ അവാർഡ് നൽകുന്നത് ഒരു കൃതിക്കാണ്. അപ്പോ വയലാർ അവാർഡ് നേടിയ ആളുടെ പേരും ആ കൃതിയുടെ പേരും പഠിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. 1977 വയലാർ അവാർഡ് ആദ്യമായി നൽകുന്നത്. 1977 വയലാർ അവാർഡ് ആദ്യമായി ലഭിക്കുന്നത്. ഇത് ലഭിക്കുന്നത് ഒരു വനിതയ്ക്കാണ്. പേര് ലളിതാംബിക അന്തർജനം. ലളിതാംബിക അന്തർജനം. ആദ്യത്തെ വയലാർ അവാർഡ് ലഭിക്കുന്ന വനിതയാണ് ലളിതാംബിക അന്തർജനം. ഈ ലളിതാംബിക അന്തർജനത്തിന്റെ ഈ കൃതി പ്രീവിയസ് ആണ് അഗ്നിസാക്ഷി. അപ്പൊ അഗ്നിസാക്ഷി എന്ന കൃതി ആരുടേത്? ലളിതാംബിക അന്തർജനം. അതിന് എന്ത് കിട്ടി? ആദ്യത്തെ വയലാർ അവാർഡ് കിട്ടി എന്ന് 1977. ഓക്കെ, അത് ഓർത്തു വെച്ചോണം. ഇനി 2025 വരികയാണ്. 2025 ഈ വയലാർ അവാർഡ് കിട്ടുന്നത് ഈ സന്തോഷ് കുമാറിനാണ്. കൃതിയുടെ പേരാണ് തപോമയിയുടെ അച്ഛൻ. ഓക്കെ, അപ്പൊ 2025 വയലാർ അവാർഡ് കിട്ടുന്നത് ഈ സന്തോഷ് കുമാറിനാണ്. കൃതിയുടെ പേരാണ് തപോമയിയുടെ അച്ഛൻ. ഓർത്തു വെച്ചല്ലോ, ഈ സന്തോഷ് കുമാർ തപോമയിയുടെ അച്ഛൻ അല്ലേ? അപ്പം കുട്ടികൾക്കൊക്കെ എന്താ, അച്ഛനെ കാണുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? സന്തോഷം വരുന്നത്. അച്ഛൻ വല്ലതും കൊണ്ടുവരുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷമാണ് അല്ലേ? അപ്പൊ സന്തോഷം എന്ന് പറയുമ്പോൾ സന്തോഷ് കുമാർ തപോമയിയുടെ അച്ഛൻ. ഓക്കെ, 2025. 2024 വരുമ്പോൾ അത് കിട്ടുന്നത് അശോകൻ ചെരുവിൽ. 2024 ആർക്കാ? അശോകൻ ചെരുവിൽ. ഏത് കൃതി? കാട്ടൂർ കടവ്. അശോകൻ ചെരുവിൽ, കൃതിയുടെ പേര് കാട്ടൂർ കടവ്. ഓക്കെ, അപ്പോ ആ ചെരുവിലാണ് കാട് എന്നവിടെ ഓർത്താൽ മതി. അശോകൻ ചെരുവിൽ കാട്ടൂർ കടവ്. അശോകൻ ചെരുവിൽ കാട്ടൂർ കടവ്. 2023 കിട്ടുന്നത് ശ്രീകുമാരൻ തമ്പിക്കാണ്. ജീവിതം ഒരു പെൻഡുലം. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ കൃതി. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് ജീവിതം ഒരു പെൻഡുലം. 2023 ശ്രീകുമാരൻ തമ്പി. 2022 എസ് ഹരീഷിനാണ്. മീശ എന്ന നോവലിനാണ് 2022 എസ് ഹരീഷിന് കിട്ടുന്നത്. 2021 ബെന്യാമിനാണ് ലഭിക്കുന്നത്. മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്ന കൃതിക്കാണ് ബെന്യാമിന് 2021 വയലാർ അവാർഡ് ലഭിക്കുന്നത്. അപ്പൊ ഒന്നുകൂടെ പറഞ്ഞു പോവാം. 2021 ബെന്യാമിൻ, മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ. 2022 എസ് ഹരീഷ്, മീശ. 2023 ശ്രീകുമാരൻ തമ്പി, കൃതി ജീവിതം ഒരു പെൻഡുലം. 2024 അശോകൻ ചെരുവിൽ കാട്ടൂർ കടവ്. 2025 ഈ സന്തോഷ് കുമാർ, കൃതിയുടെ പേര് തപോമയിയുടെ അച്ഛൻ. അപ്പം 3 പുരസ്കാരങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞത്. എഴുത്തച്ഛൻ പുരസ്കാരം, വള്ളത്തോൾ പുരസ്കാരം, വയലാർ അവാർഡ്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളായപ്പോൾ നിങ്ങളൊന്ന് നോക്കൂ. 8 വിഷയങ്ങൾ എന്ത് ചെയ്തു നമ്മളിവിടെ പഠിച്ച് കഴിഞ്ഞു. അപ്പൊ ആദ്യത്തെ ഗോളിലേക്ക് അതായത് 10 ഇമ്പോർട്ടൻ്റ് പോയിന്റ് പഠിക്കുന്നതിനായിട്ട് നമുക്ക് ഇനി ഒറ്റ ക്ലാസ് കൂടാണ് ബാക്കിയുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിയെങ്കിൽ നമുക്ക് തൽക്കാലം ഈ ക്ലാസ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. എല്ലാവർക്കും നന്ദി.